ആ ക്യാരക്ടർ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റും. അങ്ങനെ തോന്നിയ ഒരു അങ്ങനെ കുറേ സിനിമകൾ തോന്നും നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന. ഇപ്പൊ ഹെലൻ കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നിയായിരുന്നു. അന്നയുടെ അധിക പടങ്ങൾ കുമ്പളങ്ങി നൈറ്റ്സ് ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുമല്ലോ. നല്ല പെർഫോമൻസ് ഉള്ള സാധനങ്ങൾ കാണുമ്പോൾ എപ്പോഴും ഭയങ്കര ആഗ്രഹം ഇങ്ങനെ ചെയ്യണം. പക്ഷെ അച്ഛൻ കണ്ടിട്ട് എനിക്ക് വിളിച്ചു, പക്ഷെ എന്നെ കിട്ടിയില്ല. പക്ഷെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഓഡിയോ, അച്ഛൻ്റെ ഓഡിയോ. ഞാൻ എന്നിട്ട് 2-3 വട്ടം റിപ്പീറ്റഡ് ആയിട്ട് അത് കേട്ടു. ഈ പടം ചെയ്യുന്നത് വരെ ഞാൻ ഇതുവരെ ഒരു ആക്ടിങ് ട്രെയിനിങ്ങോ ആക്ടിങ് ക്ലാസ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ കണ്ടോ ഫിഷ് കറി മീൽസ് എവിടെ കിട്ടും ബെസ്റ്റ്, ഇതൊക്കെ. അമ്മയായിട്ട് എന്നെ അങ്ങനെ റെസിപ്പി പറഞ്ഞൊന്നും പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളതുണ്ടോ? ഇപ്പം ഒരു പോലീസ് ഓഫീസർ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്യാരക്ടർ? അങ്ങനൊന്നും വിചാരിച്ചു വെച്ചിട്ടില്ല. ലൈക്ക് പോലീസ് ഓഫീസറായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. അങ്ങനെയല്ല, ഞാൻ എക്സാമ്പിൾ ആയിട്ട് എനിക്കിങ്ങനെ ചില സിനിമകൾ കാണുമ്പോൾ തോന്നും ലൈക്ക് ആ ക്യാരക്ടർ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റും. അങ്ങനെ തോന്നിയ ഒരു അങ്ങനെ കുറേ സിനിമകൾ തോന്നും നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന. ഇപ്പൊ ഹെലൻ കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നിയായിരുന്നു. അന്നാബെന്നിന്റെ പകരം ഞാനായിരുന്നെങ്കിൽ അങ്ങനെ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. അത് അന്നയുടെ അധിക പടങ്ങൾ കുമ്പളങ്ങി നൈറ്റ്സ് ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുമല്ലോ. അതൊക്കെ ഇങ്ങനെ തോന്നിയായിരുന്നു. തോന്നി നല്ല നല്ല സ്ക്രിപ്റ്റ്, നല്ല പടം, നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു അതിൽ. ഐ മീൻ കുറേ കാര്യങ്ങൾ നമുക്ക് പെർഫോം ചെയ്യാനുണ്ടായിരുന്നല്ലോ. ആ ക്യാരക്ടർ വന്നിട്ട് ഒരു ഗ്രാഫിൽ ഇങ്ങനെ പോയായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ നല്ല പെർഫോമൻസ് ഉള്ള സാധനങ്ങൾ കാണുമ്പോൾ എപ്പോഴും ഭയങ്കര ആഗ്രഹം ഇങ്ങനെ ചെയ്യണം അങ്ങനത്തെ. ഇനിയിപ്പം ഇപ്പൊ IT ഫീൽഡ് അല്ല, അല്ലെങ്കിൽ ഇപ്പം ആക്ട്രസ് അല്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? അറിയില്ല, അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഇനിയിപ്പം ആക്ട്രസ് അല്ലെങ്കിൽ തിരിച്ച് IT-യിലേക്ക് പോകുമെന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയത്തില്ല. കാരണം ഞാനതൊക്കെ മറന്നുപോയതുകൊണ്ട് ജോലി വിട്ടപ്പോൾ ഞാൻ അതൊക്കെ വിട്ടിട്ടാ വന്നേ. ഞാനിപ്പോൾ തന്നെ ഇപ്പോൾ ഒരു ടച്ചും ഇല്ല. അറ്റ്ലീസ്റ്റ് വർക്ക് ഫ്രം ഹോം എങ്കിലും നോക്കാറുന്നില്ല? അത് കുറച്ചും കൂടി സേഫ് ആയിരിക്കുമായിരുന്നില്ലേ? പക്ഷേ ആക്ച്വലി വന്നപ്പോൾ നോക്കിയായിരുന്നു, കൊച്ചിയിൽ വന്നിട്ട് ഞാൻ നോക്കിയായിരുന്നു. പക്ഷെ ഈ ഒരു ആവശ്യം പറയുമ്പം ലൈക്ക് നമ്മൾ സിനിമ എന്തെങ്കിലും ഷൂട്ട് വരുമ്പം വിടുവോ അല്ലെങ്കിൽ അതിന് പോകാൻ പറ്റുമോ എന്നുള്ള ചോദിക്കുമ്പം അയ്യോ അത് പറ്റത്തില്ലല്ലോ. നമ്മളൊരു ഫേമിൽ വർക്ക് ചെയ്യുമ്പം അങ്ങനെ നമുക്ക് ഒരു ഇത്ര ദിവസം ഷൂട്ടിന് പോകണം എന്ന് പറയുമ്പോൾ അങ്ങനെ തരാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ തരാൻ പറ്റത്തില്ല എന്നുള്ളതായപ്പം ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ അതങ്ങ് വേണ്ടാന്ന് വെച്ചു. ഇത് നമ്മൾ ഒഴിവാക്കിയില്ല, ഇത് ഒഴിവായില്ല, അത് ഒഴിവാക്കി. ഇപ്പം നമ്മുടെ കുറേ സീനിയർ ആക്ടേഴ്സ് ഉണ്ടല്ലോ. ആ സീനിയർ ആക്ടേഴ്സിന്റെ മകളായിട്ട് അഭിനയിക്കണം. ഏത് സീനിയർ ആക്ടറിന്റെ മകളായിട്ട് അഭിനയിക്കാനായിരിക്കും? ഇപ്പോൾ ഓൾറെഡി ഒരു സീനിയർ ആക്ടറിന്റെ മകളായിട്ട് അഭിനയിച്ചു. ഇപ്പോൾ ഇതില് മധുവിധുല് ചെയ്തല്ലോ, സായി അങ്കിളിന്റെ മകളായിട്ട്. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സ്വന്തം മോളെ പോലെ. കാരണം ഞാൻ കല്ലു ഓൾറെഡി സായി അങ്കിളിന്റെ മകളാണ്. പക്ഷെ അതേപോലെ നമ്മൾ രണ്ടുപേരും രസമായിരുന്നു ചെയ്തത്. ഇല്ല നല്ല രസമായിരുന്നു. കൂടുതലും സീൻസിൽ ഞാനും പപ്പയും ആ ഒരു ഇതിലായിരുന്നു. എനിക്ക് ചില സീൻ ഉണ്ടായിരുന്നു പപ്പനെ പിടിച്ച് ഇതാക്കാനൊക്കെ ഉള്ളത്. അപ്പം ഞാനായിരുന്നു കുറച്ചും കൂടി ടേക്ക് കെയർ ചെയ്യുന്ന പോലത്തെ സാധനങ്ങൾ ചെയ്തത്. ഇതിൽ ഞാനായിരുന്നു. കല്ലുവിനെക്കാളും അങ്ങനത്തെ സീന് ഇതിലുണ്ടായിരുന്നു എനിക്കായിരുന്നു. സായി അങ്കിളിന് ചില ഷോട്ടിൽ ഒരു ഹെൽപ്പ് വേണ്ടി വരും. സായി അങ്കിൾ എന്തെങ്കിലും സ്റ്റെപ്പ് അങ്ങനെയൊക്കെ കയറുമ്പോൾ ഞാൻ അവർ കെയർ ആയിരിക്കുക. നല്ലതായിരുന്നു. ഇപ്പം മലയാള സിനിമയിൽ അഭിനയിച്ചു. മലയാള സിനിമയിൽ അഭിനയിക്കാനാന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഗോസിപ്സ് ആയാലും മിത്സ് ആയാലും നമ്മൾ കുറെ കേട്ടിട്ടുണ്ടാവും. ഇപ്പം ഈ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പം അങ്ങനെ ഇതൊന്നും അല്ല, ഇവർ പറഞ്ഞതൊന്നും അല്ല സത്യം എന്ന് തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എനിക്ക് പുറത്തുനിന്ന് കേട്ടതും ഇൻഡസ്ട്രിയിൽ വന്നപ്പോഴും ഫസ്റ്റ് തോന്നിയത് അങ്ങനെയാണ്. എന്നുവെച്ചാൽ ഇതൊന്നുമല്ല, നമ്മൾ പുറത്തുനിന്ന് കേട്ട് ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെ, എനിക്ക് വന്നപ്പം ലൈക്ക് ഭയങ്കര ഒരു വലിയ സ്ഥലത്ത് ഞാൻ അങ്ങനെയൊന്നും ഫീൽ ചെയ്യണ്ടായില്ല. എൻ്റെ ഫസ്റ്റ് സിനിമ എന്നുള്ളതിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എല്ലാവരുടെ അടുത്തും പറയും, നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വരൂ, പ്രശ്നമില്ല. അതെ, എല്ലാ സ്ഥലത്തും എല്ലാ വർക്ക് സ്പേസ് പോലെയും അതിലും ഹാർഡ് വർക്ക് ചെയ്ത് അതിലും നമ്മൾ രാവിലെ നിന്നില്ല രാത്രി നിന്നില്ലാണ്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് വർക്ക് ചെയ്ത്. കാരണം നമുക്ക് മറ്റതൊക്കെ ഒരു വർക്കിംഗ് ഹവേഴ്സ് ഉണ്ടല്ലോ, ലൈക്ക് 9 to
സെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നും അല്ലാണ്ട് എല്ലാവരും കഷ്ടപ്പെട്ട് അങ്ങ് അവരുടെ ഈവൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ചെറിയ എന്തെങ്കിലും ആ ഒരു സെറ്റിൽ ചെറിയ നമുക്കൊരു വെള്ളം കൊണ്ടുവരുന്ന ചേട്ടനാണെങ്കിൽ പോലും പുള്ളി അതിൽ ഫുൾ കോൺസെൻട്രേഷനാണ്. ലൈക്ക് പുള്ളി അതിൽ ഓക്കെ ടൈമായി ഇവർക്ക് ആ ഒരു സാധനം ഉണ്ടല്ലോ. എല്ലാവരും അങ്ങനെ 100% വർക്ക് ചെയ്യുന്നവർ. ഇതിലൊന്നും നമുക്ക് അങ്ങനത്തെ ഒരു പെർസെൻറ്റേജ് പോലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അടിപൊളി സെറ്റായിരുന്നു, 100% സേഫ് ആയിരുന്നു. ആൻഡ് ഈവൻ എൻ്റെ തമിഴ് മൂവിയും എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സേഫ് അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വരുന്നതിന് മുന്നേ എനിക്ക് എല്ലാവരും ഇങ്ങനെ പറയും സിനിമയിൽ ആണോ ഇങ്ങനെ അങ്ങനെ ആസ് യൂഷ്വൽ എല്ലാവരും പറയുന്ന സെയിം പാറ്റേൺ പരിപാടി ഇങ്ങനെ പറയുമായിരുന്നു. ഈവൻ റിലേറ്റീവ്സൊക്കെ ഇങ്ങനെ പറയും. അതിപ്പം ഞാൻ കോളേജിൽ പഠിക്കാൻ പോകുമ്പോഴും സെയിം അവർ പറഞ്ഞിരുന്നു. ഞാൻ കോയമ്പത്തൂർ പഠിക്കാൻ പോയപ്പോഴും എന്തിനാ പുറത്തൊക്കെ പോകുന്നത്, കോയമ്പത്തൂർ എന്തിനാ പഠിക്കുന്നത്, നാട്ടിൽ പഠിക്കുക എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ അതൊന്നും കേട്ടില്ല. എനിക്ക് പുറത്ത് പോയി പഠിക്കണം. ഇപ്പോഴും ഞാനൊന്നും കേൾക്കുന്നില്ല. ഐ മീൻ എനിക്ക് സേഫാന്ന് തോന്നുന്നത്, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ വർക്ക് ചെയ്യാൻ ഞാൻ ഓക്കെയാണ്. പിന്നെ നമ്മൾക്ക് പിന്നെ നമ്മൾ ഡീൽ ചെയ്യുന്ന പോലെയാണ് കാര്യങ്ങളൊക്കെ. നല്ലതാണ് സേഫാണ്. ഇനി ആൾക്കാർ വരണം. അതെ, ഇനി ആൾക്കാർ വരണം. ഓക്കെ. അപ്പൊ കോയമ്പത്തൂരൊക്കെ പോയി പഠിച്ചപ്പോ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ ഒരു ഹോം സിക്നെസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നോ? ഇല്ല. അതെന്താ അറിയോ, ഞാൻ കുഞ്ഞു മുതലേ എനിക്ക് വീട്ടിൽ നിന്ന് ഒരു റിലേറ്റീവ് വീട്ടിൽ വന്നാൽ പോലും ഞാൻ അവരുടെ കൂടെ പോകുന്നത്. ലൈക്ക് എനിക്ക് അമ്മ അച്ഛൻ താല്പര്യമില്ലായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ അമ്മ അച്ഛ അടുത്തില്ലെങ്കിൽ കരയുന്ന കുട്ടിയല്ല. ഐ മീൻ ആദ്യം മുതലേ ആരെങ്കിലും വന്ന ഫ്രണ്ട്സോ ഫാമിലിയിലോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ പോട്ടെ എന്ന് ചോദിച്ചിട്ട് അവരുടെ കൂടെ ചാടിക്കറി പോകും. അപ്പോൾ ഒരു 2-3 ദിവസം അവിടെ നിന്ന് വരും. അങ്ങനെ ശീലമുണ്ട്, കുഞ്ഞു മുതലേ അങ്ങനെ ശീലമുണ്ട്. പിന്നെ ഒരു കോളേജിൽ പോകുന്ന സമയത്ത് എനിക്കായിരുന്നു ആഗ്രഹം, ലൈക്ക് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ നിന്ന് പഠിക്കാണ്ട് പുറത്തൊക്കെ പോയി പഠിക്കണം, കുറച്ചും കൂടി ആൾക്കാരെ കാണണം, കുറച്ചും കൂടി ആൾക്കാരോട് ഒരു ഇതുണ്ടല്ലോ. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ അനിയനോടും അതന്നെ പറയാറ്, നീ പുറത്ത്. അവന് നേരെ എൻ്റെ ഉൾട്ടയാണ്. അവന് വീട്ടിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. പക്ഷെ എനിക്കങ്ങനെയല്ല. കോയമ്പത്തൂരാണോ കോഴിക്കോടാണോ ഇഷ്ടം? എനിക്കെൻ്റെ കോളേജ് ഐ മീൻ ഹോസ്റ്റൽ നല്ലതായിരുന്നു. ഒരുപാട് അടിപൊളി. ത്രൂ ഔട്ട് 5 years ഞാൻ അവിടെ കോയമ്പത്തൂരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതും ഞാൻ നിൽക്കുന്നിടത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ദുബായി എന്ന് ചോദിച്ചാൽ എനിക്ക് ദുബായിയാണ് ഇഷ്ടം നിൽക്കാൻ. അവിടെ നല്ല എല്ലാം ഇഷ്ടമാണ്. ഇപ്പോൾ കൊച്ചി വീടെന്ന് ചോദിച്ചാൽ ഞാൻ വീട്ടിൽ പോകുന്നത് 2 ദിവസം നിൽക്കാനാണ്. പക്ഷെ ഞാൻ കൂടുതൽ സമയം കൊച്ചിയിലാണ് നിൽക്കുന്നത് ഇപ്പം. ഇപ്പോൾ കോയമ്പത്തൂരൊക്കെ പോയിട്ട് പഠിച്ച് വീട്ടിലേക്ക് വരുന്ന ആ ഒരു ടൈമില്, ആ ടൈമിലേക്ക് വരുമ്പോൾ മോസ്റ്റ്ലി ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു സാധനമാണ് ഫുഡ്. അമ്മയുടെ ഫുഡ്. അമ്മയുടെ അടുത്ത് നമ്മൾ പറയില്ലേ ഇന്ന ഫുഡ് ഉണ്ടാക്കി വെക്കണം, എനിക്ക് കുറച്ച് ദിവസമേ ഉള്ളൂ. സത്യം. അതേതൊക്കെ ഫുഡാ പറയാറ്? ഞാൻ വരുമ്പോഴേ ട്രെയിനിൽ നിന്നേ വിളിക്കും, അമ്മ ഇന്ന് എന്തൊക്കെയാ അവിടെ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് ഈ ദാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പരിപ്പ് കറി, ചോറും പരിപ്പ് കറിയും, പിന്നെ മീൻ മുളകിട്ടതൊക്കെ. അപ്പം ഞാനത് വിളിച്ചു പറയും. കാരണം കോയമ്പത്തൂർ നമ്മളധികം മീൻ കഴിക്കാറില്ല, അധികം ചിക്കൻ അങ്ങനെ കഴിക്കുന്നത്. മീൻ അവിടുത്തെ അത്ര എനിക്കത്ര ഇഷ്ടമല്ല. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന കാര്യം ഫിഷ്. ഫിഷ് അതെല്ലാം എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ ആ രീതിയിൽ, പല രീതിയിൽ. അതെ, വറുത്തതായിക്കോട്ടെ, കറി ആയിക്കോട്ടെ, മീൻ മുളകിട്ടതെന്ന് പറഞ്ഞിട്ട് എല്ലാ ടൈപ്പും ഞാൻ ഇങ്ങനെ ചോദിക്കും, വിളിച്ച് ചോദിക്കും, ലിറ്ററലി ചോദിക്കും. ഞാൻ എനിക്കിങ്ങനെ ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ലൈക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാനും. ഒത്തിരി കഴിക്കത്തില്ല, പക്ഷെ എല്ലാം വേണം, എല്ലാം ഇങ്ങനെ കാണണം, കാണണം, എല്ലാം കാണാം. ഇത് ഒന്നും എന്തെങ്കിലും ഇല്ലെങ്കിൽ അമ്മയോട് ചോദിക്കും, അമ്മ അത് ആക്കിയില്ലേ, അങ്ങനെ ചോദിക്കും. അമ്മ അതെല്ലാം ഉണ്ടാക്കി വെക്കും. എപ്പോഴെങ്കിലും ആ റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ടോ? അമ്മയായിട്ട് എന്നെ അങ്ങനെ റെസിപ്പി പറഞ്ഞൊന്നും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നന്നായി കുക്ക് ചെയ്യുന്ന ആളാണ്, നന്നായി കുക്ക് ചെയ്യും. എന്ന് വെച്ചാൽ ഈ ഫുഡ് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ തന്നെ ഇങ്ങനെ ട്രൈ ചെയ്യും. അങ്ങനെ ട്രൈ ചെയ്ത് നന്നായി പഠിച്ചു, നന്നായി ഫുഡ് ഉണ്ടാക്കും. അപ്പൊ ഇപ്പോ ലാലേട്ടന്റെ കൂടെ അഭിനയിക്കണം എന്നല്ലേ ആഗ്രഹം? ലാലേട്ടൻ ഭയങ്കര ഫേവറേറ്റ് ആക്ടറാണ്, എന്റെയും ഫേവറേറ്റ് ആക്ടറാണ്. ലാലേട്ടൻ ഒരു ദിവസം വീട്ടിലേക്ക് വരികയാണ്. ലാലേട്ടനെ നന്നായിട്ട് സെർവ് ചെയ്യണമെന്നായിരിക്കില്ല നമ്മുടെ ആഗ്രഹം. നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സാധനം തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ഏതൊക്കെ ഫുഡായിരിക്കും ആ ഒരു മാസ്റ്റർ പീസ് ഐറ്റം എന്തായിരിക്കും? ലാലേട്ടൻ തന്നെ സൂപ്പർ ഷെഫാണ്. നമ്മൾ കാണുന്നില്ല, ലാലേട്ടൻ്റെ വീഡിയോസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ ഈ ബനാന വെച്ചിട്ടൊരു കാരമൽ ഒരു സാധനം ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഈ ബീഫിനും ചിക്കൻ കുറേ റെസിപ്പി ഇങ്ങനെ കൊടുക്കത്തില്ലേ.
അതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ലാലേട്ടൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഫസ്റ്റ് നമുക്ക് ടെൻഷനായിരിക്കും. പിന്നെ എന്തെന്നുള്ള ചോദ്യം, ആ ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴും ഉണ്ടാവും. എനിക്ക് എന്താ കൊടുക്കുക. എന്നാലും ഒരു മാസ്റ്റർ പീസ് ആയിട്ട് ചെയ്താ ഞാൻ ബീഫിൽ ഇപ്പൊ ഈ വീഡിയോ ലാലേട്ടൻ കണ്ടിട്ട് ലാലേട്ടൻ വീട്ടിലുണ്ടാക്കി നോക്കുന്നു വിചാരിക്കും. എൻ്റെ ദൈവം എന്തായിരിക്കും ആ ഒരു റെസിപ്പി? അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും പറയാം, എനിക്ക് ബീഫിൽ ഞാൻ ട്രൈ ചെയ്ത കമന്റിൽ എല്ലാവരും ലാലേട്ടനെ മെൻഷൻ ചെയ്ത ലാലേട്ടൻ ചിലപ്പോ ബീഫിൽ ഞാൻ ഒരു ഡ്രൈ ഫ്രൈ നന്നായിട്ട് ചെയ്യും. ഐ മീൻ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാർക്ക് പരീക്ഷിച്ചിട്ടുണ്ട്. അവരെന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ബീഫ് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് തരുമായിരുന്നു. മാളു ഇതൊന്ന് നീ അതുപോലെ ഒന്ന് ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കി സെർവ് ചെയ്യാനൊക്കെ. അപ്പം ഞാൻ അങ്ങനെ കഴിക്കത്തില്ല, പക്ഷെ അവർക്ക് ഭയങ്കര ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ പറയാം സാധനം വാങ്ങിച്ചതാ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കും. ആ റെസിപ്പിയൊക്കെ പറയണോ? പിന്നെ നെയ്ബേഴ്സിനും വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ റെസിപ്പി നമുക്കറിയണേ. നമ്മുടെ നെയ്ബേഴ്സിനെ ഒക്കെ ഒന്ന് ഇംപ്രസ് ചെയ്യാനാ. ഇത് നെയ്ബേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അവർ പറയുമായിരിക്കും ബീഫ് നോർമലി നമ്മൾ സോൾട്ടും ചമറിക്കും പെപ്പറും അത് മാത്രം ഇട്ടിട്ട് വേവിച്ചിട്ട് നല്ലോണം വെന്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് കോൺഫ്ലവറും അങ്ങനത്തെയൊക്കെ മിക്സ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്യാൻ വെക്കും. ലൈക്ക് കുറച്ച് ബട്ടറും ഒലിവ് ഓയിലൊക്കെ ചേർത്തിട്ട് അങ്ങനെയൊക്കെ ആ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് കറി ലീവ്സും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഈ ഗാർലിക്കൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര പേസ്റ്റ് അല്ല, അതിൻ്റെ ഗാർലിക് ഉണ്ട് അതിൽ. ഐ മീൻ ഗാർലിക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കത്തില്ലേ, ആ സാധനങ്ങളൊക്കെ എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഐ മീൻ പിന്നെ ഒനിയനും സാധനങ്ങളൊക്കെ ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ അതിൻ്റെ പൊക്കത്ത് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനത്തെ ഒരു സാധനം ചെയ്യും. അത് നൈസാണ്, ശരിക്കും നൈസാണ്. ഇത് ലാലേട്ടൻ കണ്ടിട്ട് ലാലേട്ടൻ ഉണ്ടാക്കി കൊടുക്കുന്ന ലാലേട്ടനോട് എന്തിനു പറയാനുണ്ട്? ലാലേട്ടൻ ഒരിക്കലും ട്രൈ ചെയ്യരുത്, അങ്ങനെ പറയരുത്. നമ്മുടെ റെസിപ്പിയല്ലേ, പറയ്. ഞാൻ എന്തെങ്കിലും കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ ഒരു ഉണ്ടാക്കി കൊടുക്കും, ഉണ്ടാക്കി സെറ്റിലേക്ക്. അങ്ങനെ ഒരു ഭാഗ്യം ഉറപ്പായിട്ടും വിളിക്കോ? പിന്നെ എന്തായാലും വിളിക്കണേ, നമ്പർ തരാൻ ഞാൻ. ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്ത നമ്മുടെ പേരൻസ് ഒക്കെ തന്നെ ആയിരിക്കും. അതേപോലെ മധുവിധ സിനിമ കണ്ടിട്ട് എന്തെങ്കിലും ക്രിറ്റിസിസം കേട്ടിട്ടുണ്ടോ? നീ ആ സീനിൽ കുറച്ചും കൂടി ഇങ്ങനെ ചെയ്യായിരുന്നു, അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, പെർഫെക്റ്റ് ആയിരുന്നു, എല്ലാവർക്കും വർക്കായി എന്ന് പറഞ്ഞു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അവർ പ്രതീക്ഷിച്ചില്ല എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ഒരു ഐഡിയയും കൊടുത്തില്ലായിരുന്നു. ചെറിയൊരു സംഭവം ചെയ്തിട്ടുണ്ടെന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ സിനിമ കണ്ടപ്പോഴാണ് അവർക്ക് അയ്യോ ഇത്രയും പരിപാടി, ഐ മീൻ ഇത്രയും നേരം നീ ഉണ്ടോ, നമ്മൾ വിചാരിച്ചു ജസ്റ്റ് നീ ആദ്യ സിനിമയല്ലേ ജസ്റ്റ് വന്നു അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അവരോടൊപ്പം പോയോ സിനിമ കാണാനായിട്ട്? എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും പോകാൻ പറ്റില്ല, കാരണം ഫ്രണ്ട്സ് ഓരോരോ സ്ഥലത്തെ ആൾക്കാരുള്ളത്. ഐ മീൻ ദുബായും. പേരൻസിന്റെ ഒപ്പം പോയോ? പാരൻസിന്റെ ഒപ്പം പോയിട്ടില്ല. എന്ന് വെച്ചാൽ അവര് ഫാമിലി മൊത്തം, അമ്മ അച്ഛൻ അനിയൻ പിന്നെ ഫാമിലി മൊത്തം അവർ ഒരുമിച്ച് പോയി. ഞാൻ ഇവിടുന്ന് ക്രൂവിന്റെ ഒപ്പം പോയത്. കാരണം അമ്മയും അച്ഛനും അവിടെ നാട്ടിലില്ലെങ്കിൽ ഫാമിലിനെ കൊണ്ടുപോകുമ്പോൾ അവരുടെ കൂടെ പോട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പം ഒന്നും കൂടി കാണണം, അവരുടെ ഒപ്പം പോയിരുന്നു കാണണം. അമ്മയും അച്ഛനും വിളിച്ചിട്ട് ആദ്യം തന്നെ എന്തായിരുന്നു പറഞ്ഞത്? ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അമ്മേനെ കാണും, അമ്മ എൻ്റെ കൂടെ സെറ്റിലൊക്കെ വന്നുകൊണ്ടിരുന്ന ആളാണ്. ഐ മീൻ അമ്മ ഷൂട്ട് കണ്ടിട്ടുണ്ട്, എന്താ ചെയ്തതെന്നൊക്കെ. പിന്നെ സ്ക്രീനിൽ കണ്ടുവന്നല്ലോ. പക്ഷെ അച്ഛന് ഒരു ഐഡിയ ഇല്ല. അച്ഛൻ ഇതുവരെ ഞാൻ എന്താ ചെയ്തിട്ടുണ്ടാവുക, എങ്ങനെയാണ് ചെയ്തിട്ട് ഇതൊന്നും അറിയത്തില്ല. പക്ഷെ അച്ഛൻ കണ്ടിട്ട് എനിക്ക് വിളിച്ചു, പക്ഷെ എന്നെ കിട്ടിയില്ല. പക്ഷെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഓഡിയോ. മോളെ കണ്ടു, ഇഷ്ടപ്പെട്ടു ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷനോടുകൂടി അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ വീണ്ടും തന്നെ പറഞ്ഞു. അച്ഛൻ്റെ ഓഡിയോ അതിലുണ്ട്. അച്ഛൻ്റെ ഓഡിയോ കണ്ടോ? എന്ന് വെച്ചാൽ അച്ഛനത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കുറേ അതിനെക്കുറിച്ച് വിളിച്ച് സംസാരിച്ചായിരുന്നു. പക്ഷെ ആദ്യം എന്നെ വിളിച്ച് കിട്ടാത്തപ്പം ഒരു ഓഡിയോ അയച്ചു വെച്ചതായിരുന്നു ഇത്. ഞാൻ എന്നിട്ട് 2-3 വട്ടം റിപ്പീറ്റഡ് ആയിട്ട് അത് കേട്ടു. എന്ന് വെച്ചാൽ അച്ഛൻ പടം കണ്ടിരുന്നു, അടിപൊളിയായിട്ടുണ്ട് ഉമ്മ, അത്രേ ഉള്ളൂ ആ ഓഡിയോയില്. പക്ഷെ ഭയങ്കര സന്തോഷമാണ്. കാരണം അച്ഛനൊക്കെ ആയിരുന്നു ആദ്യം ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ സിനിമ ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞപ്പം ടെൻഷനും, ആവോ എൻ്റെ കുട്ടിക്ക് കിട്ടുമോ, സിനിമ ചെയ്യാൻ പറ്റുമോ, ആരും ഹെൽപ്പ് ചെയ്യാൻ, അങ്ങനത്തെ ഒരു ഇതൊക്കെ
ഉള്ളത് അച്ഛനായിരുന്നു. അമ്മ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ കൂടെ ഷൂട്ടിന് വരുന്നുണ്ട്. അമ്മയാണോ ഷൂട്ടിന്? അമ്മയാ വരുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഏകദേശം ഒരു ധാരണ, അമ്മയ്ക്കൊരു ഐഡിയ ഉണ്ട്, അമ്മയ്ക്ക് അറിയാം. പറഞ്ഞില്ല അച്ഛനോട്? അമ്മയ്ക്ക് ഐഡിയ ഉണ്ട്, അമ്മ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എത്ര ഇതൊക്കെ ഉണ്ടെന്ന്. പക്ഷെ അച്ഛനോടൊന്നും പറഞ്ഞിട്ടില്ല. മാളുവിന്റെ സിനിമ വരുന്ന അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അച്ഛനായിരുന്നു ഒരു ഐഡിയ ഇല്ലാണ്ട് കണ്ട ആള്. പിന്നെ നാട്ടിലുള്ളവരും കുറേ മെസ്സേജസ് അമ്മയ്ക്ക് ഇങ്ങനെ അയക്കുന്നത് അമ്മ എനിക്കിങ്ങനെ പറയും, മാളു ഇവര് ചോദിച്ചു ഭയങ്കര എക്സൈറ്റഡ്, ഭയങ്കര പ്രൗഡ് പേരൻസ് ആണ് അല്ലേ? അതെ. എന്ത് ഫീൽ ചെയ്യുന്നു ഇപ്പൊ? എന്താ ഫീൽ ചെയ്യണേ ഇപ്പം? ഭയങ്കര ഹാപ്പി ആണോ? അല്ലെങ്കിൽ ഇനിയും കുറെ അച്ചീവ് ചെയ്യാനുണ്ട്? ഞാൻ എപ്പോഴും അതുണ്ട്. അതാണ്, ഇതൊന്നും അല്ല. ഇത് നമ്മളിപ്പം ജസ്റ്റ് സ്റ്റാർട്ടിങ് പോലെയാണ് ഞാൻ കാണുന്നത്. ഐ മീൻ നമ്മളിപ്പോൾ ഒരു സംഭവം ചെയ്തു തുടങ്ങി, ആ ഒരു ബേബി സ്റ്റെപ്പ് വെച്ചു, അത്രേ കാണുന്നുള്ളൂ. ഇതിലും ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണം, നന്നായിട്ട് ഇനിയും ഇമ്പ്രൂവ് ചെയ്ത്. ബിക്കോസ് ഞാൻ ഇതുവരെ ഈ പടം ചെയ്യുന്നത് വരെ ഞാൻ ഇതുവരെ ഒരു ആക്ടിങ് ട്രെയിനിങ്ങോ ആക്ടിങ് ക്ലാസ്സോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെതായ ലൈക്ക് ഒരു സാധനം, ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സീൻ വായിക്കുമ്പം എൻ്റെ മനസ്സിലുള്ള ഐഡിയ ഞാനവിടെ ഷോക്കേസ് ആ ഒരു ഇത് ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആകുമ്പം നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണം. ഇത് സ്റ്റാർട്ടിങ് ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ, ഇതൊന്നും അല്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര അങ്ങനെ അല്ല, എനിക്ക് ഇനിയും ബെസ്റ്റായിട്ട് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്ത് ചെയ്യണം എന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റിയുടെ അസുഖമുള്ള കൂട്ടത്തിലാണല്ലോ. അപ്പൊ നമുക്ക് അനുവിന്റെ ഫോണിൽ എന്താന്ന് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും. വാട്ട്സ് ഇൻ മൈ ഫോൺ, ചെറിയ സെഗ്മെന്റ്. ഫോണിൽ എന്താ വെച്ചാ, ഫോണിൽ ഇപ്പം ലാസ്റ്റ് ഗൂഗിൾ സെർച്ച്, ലാസ്റ്റ് യൂട്യൂബ്, ലാസ്റ്റ് ടെക്സ്റ്റ് ചെയ്താ അത് കാണിക്കണോ? കാണിക്കണം. ലാസ്റ്റ് ഗൂഗിൾ സെർച്ച് മേ ബി ഈ ഓഫീസ് ആയിരിക്കും തോന്നുന്നു. ഞാൻ കണ്ടില്ല, ഞാൻ പറഞ്ഞില്ലേ. അതിന് തൊട്ട് മുന്നത്ത് എന്താ അതിൻ്റെ ഒരു കഫേ ഫിറ്റ് പ്ലേറ്റ്സ്, അത് ഇന്നലെ ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കഫേലാണ് നമ്മൾ എടുത്തത്. എല്ലാം പ്രൊമോഷൻ റിലേറ്റഡ് ആയിരിക്കില്ല. പിന്നെ കണ്ടോ ഫിഷ് കറി മീൽസ് എവിടെ കിട്ടും ബെസ്റ്റ്, ഇതൊക്കെ ഫിഷ് ആണല്ലേ മെയിൻ. നേരത്തെ ഫിഷിലായിരുന്നു. ഫിഷാണ് മെയിൻ. ഇത് ഗൂഗിൾ സെർച്ച്. പിന്നെ ലാസ്റ്റ് യൂട്യൂബിൽ ഞാൻ നോക്കിയത് മധുവിധുവിൻ്റെ തന്നെ ആയിരിക്കും. അത് പിന്നെ മധുവിധുവിൻ്റെ ലൈക്ക് പ്രൊമോഷൻസിൻ്റെ ലാസ്റ്റ് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ട്രാൻഡ്രം, അപ്പോൾ അതിൻ്റെ തന്നെയാണ് നോക്കിയത്. അത് തന്നെ വരിക കണ്ടോ, ഫുൾ മധുവിധു പരിപാടിയൊക്കെ വരും. സെർച്ചിൽ അത് വരത്തില്ല, അതിങ്ങനെ ഡെയിലി മറ്റേ ഇതാവുമ്പോഴത്തേക്ക് പോകും. അതൊക്കെ നേരത്തെ അതങ്ങനെയാണ് സെറ്റിങ്സ് വെച്ച്. വാട്സ്ആപ്പ് മെസ്സേജ് ലാസ്റ്റ് ആരെയാ ടെക്സ്റ്റ് ചെയ്തേ? വാട്സാപ്പിലായിരിക്കും അതേമേ ടെക്സ്റ്റ് ചെയ്ത്. ആർക്കാ ടെക്സ്റ്റ് ചെയ്തെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല, നോക്കട്ടെ. ഡിലീറ്റ് ചെയ്യുന്നുണ്ടോ? അല്ലല്ല, ഡിലീറ്റ് ചെയ്യല്ല. ഇത് നമ്മുടെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, സിയോൺ ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മേബി പടം കണ്ടിട്ടായിരിക്കും. പിന്നെ ഇതാ നമ്മുടെ പ്രൊഡക്ഷനിലെ ജോണൊക്കെയാണ്, അത് ഇന്നത്തെ തിയേറ്റർ വിസിറ്റിൻ്റെ ആ സംഭവങ്ങൾ. പിന്നെ മധുവിധു ഗ്രൂപ്പ്, പിന്നെ നമ്മുടെ റൈറ്റർ കല്ലു, അങ്ങനെ ഇവരൊക്കെ തന്നെ. ഇൻസ്റ്റഗ്രാമിൽ ലാസ്റ്റ് ടെക്സ്റ്റ്? ഇൻസ്റ്റയിൽ ലാസ്റ്റ് ടെക്സ്റ്റ് ചെയ്തത് ഇതാ. ആരെയും സ്റ്റോക്ക് ചെയ്യാറുണ്ടോ? സ്റ്റോക്ക് ചെയ്യാറൊന്നുമില്ല. ഇൻസ്റ്റയിൽ സെർച്ചിൽ നമ്മുടെ പുത്തൻ അത് നമ്മുടെ പടത്തിലെ ഒരു പാട്ടാ, അത് വന്നു. അതിന് റീലൊക്കെ ചെയ്തിട്ടുണ്ടോ ആൾക്കാർ എന്നൊക്കെ നോക്കിയത്. ചുമ്മാ ഇതന്നെ അതന്നെയാ നോക്കുന്നത്. അത് എന്തൊക്കെ വരുന്നുണ്ട്, അതിലേക്ക് എന്തൊക്കെ വരുന്നുണ്ട്. ലാസ്റ്റ് കോൾ ആരായിരുന്നു? കോൾ ഇപ്പം നമ്മൾ ടാസ്കിന്റെ ഭാഗമായിട്ട് വിളിച്ച കോളാണ്. പിന്നെ ഇപ്പം എന്നെ പിക്കാൻ വരാൻ വിളിച്ചു, അവരെ വിളിച്ചു. ഓക്കെ, സെറ്റാണ്. ഞാൻ ഫുള്ള് ക്ലിയർ ആണ്, എല്ലാം കണ്ടില്ലേ? ഇനി എന്തെങ്കിലും ഉണ്ടോന്നല്ലേ? അതെ, ഒന്നുമില്ല. ഇനി അടുത്ത ഇന്റർവ്യൂ വരുമ്പോൾ ഞാൻ ഇത് പ്രതീക്ഷിച്ച് ഫുൾ സെറ്റ് ചെയ്ത് ഇത്രയും ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക് യു. നമ്മള് അടുത്ത പടത്തിലും ഇനി എല്ലാ പടത്തിലും ഇതുപോലെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ, ഞങ്ങളെ വിളിക്കണം ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ബിഫോർ ബ്ലേസ് പ്രേക്ഷകരുടെ അടുത്ത് എന്തെങ്കിലും ലാസ്റ്റ് ആയിട്ട് പറയാനുണ്ടോ? പടം കാണാത്തവർ, മധുവിധു കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കാണുക, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ലൊരു എന്താ പറയുക, ഫീൽ ഗുഡ് കോമഡി എല്ലാം ഉണ്ട്, ഇമോഷൻ എല്ലാം ഉള്ള ഒരു കംപ്ലീറ്റ് ഫാമിലി മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും.
അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്, എല്ലാവർക്കും വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും കാണുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾ രണ്ടുപേരെയും കേട്ടിരുന്ന ബി4 ബ്ലേസ് പ്രേക്ഷകർക്ക് ഒരുപാട് താങ്ക് യു. ബൈ.